അടുത്തത് മീനം രാശിയാണ്. മീനം രാശിക്ക് പൂരുരുട്ടാതി അവസാനത്തെ ഒരു പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്ന നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ്. മീനക്കൂറുകാർക്ക് ലഗ്നത്തിൽ ശനിയാണ്. അത് കണ്ടകശനിയും ഏഴരശനിയും കൂടെ ഉള്ളതാണ്. അത് നിരന്തരമായിട്ട് തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്നതാണ്. 12ാം ഭാവത്തിലാണ് മറ്റ് പ്രധാനപ്പെട്ട ബുധ ശുക്രാദി ഗ്രഹങ്ങളെല്ലാം തന്നെ. ഇവർക്ക് ഇപ്പോൾ വളരെ അസ്വസ്ഥകരമായിട്ടുള്ള ഒരു ജീവിതം മാനസികമായിട്ടും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ഈശ്വരാധീനവും അവർക്ക് പറയാവുന്ന 4ാം ഭാവത്തിൽ വ്യാഴമുണ്ട് എന്നുള്ളതുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് അവർ തകർന്നു പോകുന്നില്ല. എങ്കിലും അസ്വസ്ഥമായിരിക്കും പൊതുവേ ജീവിതം. എല്ലാം ഒന്നും പൂർണ്ണമാക്കാൻ പറ്റാതെ വരിക, അതുപോലെ തന്നെ തടസ്സങ്ങൾ വരിക, താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഒരു ഘട്ടം വരെ എത്തിയിട്ട് അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരിക, ഇതൊക്കെ ഉണ്ടാകും. എന്നാൽ ചില നാം വിചാരിക്കാത്ത രീതിയിൽ ചില ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത കോണുകളിൽ നിന്നും ഉള്ള ചില സഹായങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും. ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഔന്നത്യം അഥവാ അതിൽ പ്രത്യേക ശ്രദ്ധ ഇവർക്ക് ഈ കാലത്ത് ഉണ്ടാവുന്നതാണ്. അത് ആരോഗ്യകരമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നത് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സൊല്യൂഷന് വളരെ നല്ലതാണ്. ധനപരമായിട്ട് സ്വന്തം വരുമാനത്തേക്കാൾ ഏറെ ചിലവ് ഉണ്ടാകേണ്ട കാലമാണ്. ധനവ്യയം, അനാവശ്യമായിട്ടുള്ള വ്യയം ഉണ്ടാകും. അത് സ്വയമേവ നിയന്ത്രിക്കുക. ആരോഗ്യത്തിലും കുറച്ചൊക്കെ അസ്വസ്ഥത, ചില ഉറക്കമില്ലായ്മ, അതുമൂലമുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ അവർക്ക് ഉണ്ടാകാം. കുടുംബത്തിൽ നിന്നും വളരെ മാറി താമസിക്കേണ്ടി വരിക, ബന്ധുജനങ്ങളിൽ നിന്നും ഒന്നും ഒരു പ്രത്യേക അന്വേഷണമൊന്നുമില്ലാതെ അഥവാ അവരുമായിട്ട് അധികം ബന്ധമില്ലാത്ത വിദേശങ്ങളിൽ താമസിക്കേണ്ടി വരിക, ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുക, ഇതൊക്കെ അവർക്ക് ഉണ്ടാകാവുന്ന ഒരു കാലമാണ്. അവർക്ക് ഈ കാലദോഷം, പ്രത്യേകിച്ച് കണ്ടകശനിയും ഏഴരശനിയും കൂടെ ഉള്ള കാലമാണ്. ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഫലവും കൂടെ ഇതിനോടൊപ്പം തന്നെ അനുഭവിക്കാതിരിക്കാൻ ശനി ഈ ലഗ്നത്തിൽ വരുന്നതിൻ്റേതായിട്ടുള്ള ദുരിതം ഇതോടൊപ്പം തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് നിരന്തരമായിട്ട് ദിവസേന ഒരു കൃത്യമായിട്ടുള്ള സമയം കാലം നിശ്ചയിച്ച് സ്വയമേവ മന്ത്രജപങ്ങൾ നടത്തുക, പഞ്ചാക്ഷര മന്ത്രം പ്രധാനമായിട്ട് ജപിക്കുക, മറ്റ് ക്ഷേത്ര ദർശനങ്ങളും ശിവക്ഷേത്രാദികളിൽ ദർശനം നടത്തുന്നതും ഒക്കെ പ്രദക്ഷിണാദികൾ നടത്തുന്നതും ഒക്കെ അവരുടെ മറ്റ് മനോവ്യഥകളെ ഇല്ലാതെയാക്കാനും ഫലങ്ങൾ തനിക്ക് അനുകൂലമാക്കാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സേവന പ്രവർത്തനം നടത്തുന്നത് മറ്റ് സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യം ഉള്ള സ്ഥലങ്ങളിൽ ശാരീരികമായിട്ടും ധനപരമായിട്ടും ഉള്ള സേവനങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കുക മുതലായിട്ടുള്ള അവരവർക്ക് ചെയ്യാവുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള സേവനങ്ങൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. നമസ്കാരം.